മമ്മിയോടൊപ്പം ഇന്നവള് വരാൻ കൂട്ടാക്കിയില്ലല്ലോ. ഇനി ഇവിടെ നിന്ന് ആരും, മമ്മിയോ ഞാനോ ആരും ഇതേ ആവശ്യമായിട്ട് അങ്ങോട്ട് പോവില്ല. അവൾക്ക് ഇഷ്ടമുള്ളപ്പോ വന്നാൽ മതി. ഇനി വന്നില്ലെങ്കിൽ അതും ഓക്കെ. പക്ഷെ ഇനി ഈ കാര്യവും പറഞ്ഞ് നാണം കെടാൻ ഞാൻ അറിയാതെ മമ്മി പോകരുത്. അങ്ങനെ പോയാൽ പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല, പറഞ്ഞേക്ക്. ജോബിൻ, എന്നെ സോപ്പിട്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു എന്തോ ഒരു ദുരുദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടെന്ന്. അപ്പൊ മാഡത്തിന്റെ ഉദ്ദേശം അതായിരുന്നല്ലേ? എന്ത്? അല്ല, നാളെയാണല്ലോ അപ്പുവിന്റെ സർജറി. അപ്പൊ സർജറി കഴിഞ്ഞ് അപ്പു ആദ്യം കാണുന്നത് സുന്ദരിയായ ആതിരക്കുട്ടി ആയിരിക്കണമെന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചു. അതിനു വേണ്ടിയല്ലേ ഇപ്പഴേ ഈ ഒരുങ്ങുന്നത്. ഒന്ന് പോ ചേച്ചി, അതൊന്നുമല്ല. ഞാനല്ലെങ്കിലും എപ്പോഴും ഒരുങ്ങി തന്നെ ഇരിക്കാറ്. അതെനിക്കും അറിയാം. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഒരുക്കാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സർജറി കഴിഞ്ഞ് അപ്പുനെ റൂമിലേക്ക് മാറ്റുമ്പോ അപ്പു ആദ്യം കാണുന്നത് എന്നെ നന്ദേട്ടനെ ആയിരിക്കും. നോക്കിക്കോ. നന്ദേട്ടനൊപ്പം വേണമെന്ന് ചുമ്മാ ഒരു ഭംഗിക്ക് പറഞ്ഞതല്ലേ. തനിച്ച് കണ്ടാൽ അത്രയും സന്തോഷം അല്ലേ? ഓ, ഈ ചേച്ചിയുടെ ഒരു കാര്യം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അത് ഈ മുഖം കണ്ടാൽ അറിയില്ലേ കുട്ടി ഒരു പഞ്ചപാവമാണെന്ന്. എന്നാലും നിന്റെ ചേട്ടന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. എന്താ? അല്ല, അപ്പുന്റെ അച്ഛൻ അവിടെ ഉള്ളപ്പോ ആ മാഡത്തിനെ ഇറക്കിക്കൊണ്ടുവന്ന് സമ്മതപത്രം സൈൻ ചെയ്യിപ്പിച്ചില്ലേ? അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം തോന്നി അവരെ ഫോളോ ചെയ്ത് പോയിരുന്നെങ്കിൽ എല്ലാ രഹസ്യവും ഇന്ന് തന്നെ പൊളിഞ്ഞാന്. അങ്ങനെ ഒരു റിസ്ക് എടുത്തില്ലായിരുന്നെങ്കിൽ നാളെ ഇങ്ങനൊരു സർജറി നടക്കില്ലായിരുന്നു ചേച്ചി. ബ്ലഡ് റിലേഷനുള്ള ആള് സൈൻ ചെയ്യാതെ ഓപ്പറേഷൻ ചെയ്യില്ലല്ലോ. ഏട്ടൻ ഒരുവിധം ആ ഡോക്ടറെ കൺവിൻസ് ചെയ്തിട്ടാ അവരിങ്ങനൊരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായത്. ഇത്രയൊക്കെ റിസ്ക് എടുത്ത് ആ സർജറി നടത്തിയിട്ട് അപ്പുന്റെ അച്ഛൻ ഇതൊക്കെ അറിയുമ്പോ പ്രശ്നമാവില്ലേ കുട്ടി? അദ്ദേഹം എങ്ങനെയായിരിക്കും ഈ വിഷയം എടുക്കാന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ പേടിയാവുക. ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് ചേച്ചി, അപ്പൂനൊഴികെ. ഒരിക്കൽ മനസ്സിലാ തീരുമാനം എടുത്തു കഴിഞ്ഞാ പിന്നൊരിക്കലും അതിലൊരു മാറ്റം ഉണ്ടാവില്ല ചേച്ചി. അങ്ങനെ ഞങ്ങളുടെ മനസ്സ്. ചേച്ചിക്കറിയില്ലേ, അമ്മയും അച്ഛനും അമ്മാവനും ഒക്കെ എന്നെ എത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി എന്നെ തല്ലിക്കൊല്ലാൻ പോലും തയ്യാറായില്ലേ. എന്നിട്ട് എന്റെ മനസ്സ് മാറിയോ? അതുപോലെയാണ് അപ്പുന്റെയും കാര്യം. അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ചേച്ചി. അത് ആ മാനസികാവസ്ഥ. എനിക്ക് മനസ്സിലാവും മോളെ. ആദ്യമൊക്കെ ഞാനും നിന്നെ കുറ്റപ്പെടുത്തിയതാ. പക്ഷെ പിന്നീട് ആ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാ നീയും നന്ദേട്ടനും ആയിരുന്നു ശരിയെന്ന് എനിക്ക് മനസ്സിലായത്. ഒരു പക്ഷെ നേരത്തെ എനിക്കത് ഉൾക്കൊള്ളാനായിരുന്നെങ്കിൽ ചിലപ്പോ എന്റെ ജീവിതം ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. സാരമില്ല ചേച്ചി, അതൊക്കെ തിരുത്താൻ ദൈവമായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കി തന്നെയാണെന്ന് കരുതിയാ മതി. അപ്പുവിന്റെ സർജറി കഴിഞ്ഞ ഉടൻ ഞാൻ ഏട്ടനോടൊരു കാര്യം സംസാരിക്കാനിരിക്കോ. എന്ത് കാര്യം? അതൊക്കെയുണ്ട്. അതിനു മുമ്പ് ചേച്ചി അയാളിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങണം. ഇനി എന്തായാലും അയാളുമൊത്തൊരു ജീവിതം അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ.
നിങ്ങൾ എന്താ ഇവിടെ? അതെന്ത് ചോദ്യോ? ഞാൻ വന്നത് നിന്നെ കാണാനല്ലേ. പക്ഷെ എനിക്ക് നിങ്ങളെ കാണണ്ടെങ്കിലോ? ദയവ് ചെയ്ത് ശല്യപ്പെടുത്താതെ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? നീ ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിന് ഞാൻ നിന്നെ കുറ്റം പറയില്ല. എല്ലാം എന്റെ തെറ്റാ. വേണ്ട വേണ്ട, ഈ കള്ളക്കണ്ണീരൊന്നും എന്റെ അടുത്ത് വേണ്ട. നിങ്ങളുടെ ഒരു പഞ്ചാര വർത്തമാനവും എനിക്ക് കേൾക്കുകയും വേണ്ട. ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യരുത്. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്തോ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് സമയം അനുവദിച്ച് തന്നേ പറ്റൂ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാനങ്ങ് പൊക്കോളാം. രാവിലെ ശേഖരൻ മാമൻ കയറിയ വണ്ടിക്ക് പുറകെ ഞാനും ഉണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് നിന്നെ കാണാനുള്ള വരവാണെന്ന്. അമ്മാവന്റെ കണ്ണിൽപ്പെടാതെ ഞാൻ അമ്മാവനെ ഫോളോ ചെയ്തു. ബസ് ഇറങ്ങി നടന്ന് ഈ വീട്ടിലേക്ക് വരുന്നിടം വരെ ഞാൻ അമ്മാവനെ ഫോളോ ചെയ്യുമായിരുന്നു. അമ്മാവനുള്ളപ്പോൾ ഇവിടെ വരേണ്ടെന്ന് കരുതി. തിരിച്ചു പോകുന്നിടം വരെ ഞാൻ പുറത്ത് കാത്തിരിക്കുമായിരുന്നു. ഇത്ര ബുദ്ധിമുട്ടി നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. അതെ, എനിക്കറിയാം ആവശ്യമില്ലായിരുന്നെന്ന്. പക്ഷേ എനിക്ക് പറയാനുള്ളത് നിന്നോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ മദ്യപാനം അങ്ങ് നിർത്തി. ഇപ്പൊ 3 ദിവസമായി ഒരു തുള്ളി കഴിച്ചിട്ട്. അതെയോ? നല്ല കാര്യം. ഇനിയിപ്പോ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാ. എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ചോദിച്ചാ, നഷ്ടപ്പെട്ട കുടുംബജീവിതത്തിന്റെ വില എന്താണെന്ന് എനിക്കിപ്പോഴാണെന്നുള്ള മനസ്സിലായത്. നിന്നെ ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. നീ എന്റെ അടുത്തുനിന്ന് പോയപ്പോഴാ ആ വീട്ടിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. നോക്ക്, 1000 കൊല്ലം നിങ്ങൾ എന്റെ കൂടെ കഴിഞ്ഞാലും എന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ശീലങ്ങളും നിങ്ങളുടെ കൂട്ടുകെട്ടും നിങ്ങളുടെ മനസ്സും അങ്ങനെയായിപ്പോയി. ആരാ നിലേച്ചി? ആരാ മോളെ ഇത്? ഇതാണോ നന്ദൻ അനീതി കൊച്ച്? ആള് കൊള്ളാലോ. മോളങ്ങകത്ത് പോ. നിങ്ങൾ വന്നേ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. വരാൻ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ മോളെ, എനിക്ക് വേണ്ടത് സമാധാനത്തോടു കൂടിയുള്ളൊരു കുടുംബജീവിതം. അതിനുവേണ്ടിയാ ഞാനിപ്പോ നന്നാവാൻ തീരുമാനിച്ചത് തന്നെ. ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു തരണേന്നാ ഞാനിപ്പോ ഈശ്വരനോട് ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കി ഞാനിപ്പോ ഭക്തിമാർഗം ശീലിച്ചുകൊണ്ടിരിക്കുക. അതേതായാലും നന്നായി. കാട്ടാളം പോലും മാനസാന്തരം വന്ന് മഹാമുനിയായ നാടാ ഇത്. അല്ല, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിലും ആ വഴി സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. ഒറ്റ അപേക്ഷയുള്ളൂ, ഭക്തി കൂടിക്കൂടി വാത്മീകിയെ പോലെ രാമായണം ഒന്ന് എഴുതി കളയല്ലേ. നീ എത്ര വേണമെങ്കിലും കളിയാക്കിക്കോ, ഞാൻ അതൊക്കെ കേൾക്കാൻ അർഹനാണ്. അതിനു മാത്രം തെറ്റുകൾ ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ മോളെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായിരുന്ന സമയം അത്. ഈയിടെ ജാതകം നോക്കിയപ്പോഴാ എനിക്കത് മനസ്സിലായത്. എന്ത്? കള്ളും കഞ്ചാവും ഉപയോഗിച്ച് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടി നടക്കാനും കെട്ടിയ പെണ്ണിന്റെ കണ്ണീരിൽ സുഖവും സന്തോഷം കണ്ടെത്താൻ യോഗം ഉണ്ടെന്നോ? അതൊരു യോഗമല്ലായിരുന്നു മോളെ, ശാപമായിരുന്നു. മുൻജന്മ ശാപം.
ആ ജ്യോതിഷി പറഞ്ഞ അനുസരിച്ച് ഞാൻ അതിനുള്ള പരിഹാരക്രിയകളൊക്കെ ചെയ്തു. അതിന് ഫലമുണ്ടായി. എന്റെ മനസ്സിലിപ്പോ അങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളൊന്നുമില്ല. മനസ്സിപ്പോ ശാന്തമാ. നല്ലത്. ഇനിയെങ്കിലും നാടിനും വീടിനും ഗുണമുള്ള ഒരാളായിട്ട് ജീവിക്കാൻ ശ്രമിക്ക. അതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്നു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കിയെന്നെങ്കിലും സമാധാനിക്കാലോ. മോളാണ് സത്യം. ഞാൻ സത്യമായിട്ട് നന്നായി. തൊട്ടു പോരുതന്നെ. നിങ്ങൾ എന്താ വിചാരിച്ച ഈ അഭിനയത്തിലെ ഡയലോഗിലൊക്കെ ഞാൻ അങ്ങ് വീണു പോകുന്നു? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കരപ്രമാണിമാരെയും കൂട്ടി വന്ന് എന്റെ അച്ഛന്റെ മുമ്പിൽ നാടകം കളിച്ച് മയക്കിയതുപോലെ എന്നെ അങ്ങ് കുപ്പിയിലാക്കാന്ന് കരുതിയോ നിങ്ങള്? എങ്കിൽ മോഹനകൃഷ്ണന് തെറ്റി. മനസ്സുകൊണ്ട് എന്നെ നിങ്ങളുടെ ഭാര്യ പദവി ഉപേക്ഷിച്ചിട്ടാ ഞാൻ ആ താലി നിങ്ങളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. അത് ഒടുക്കത്തെ ഇറക്കം തന്നെയായിരുന്നു. ചത്താലും ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ. അതുകൊണ്ട് മോഹനകൃഷ്ണൻ ചെല്ല്. ഇനി ഈ അടവൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. ഈ അഭിനയം കാണാനും കൈയടിക്കാനും ഒരുപാട് പേരുണ്ടല്ലോ ലിസ്റ്റില്. അവരുടെ ആരുടെങ്കിലും മുന്നിൽ ചെന്ന് അവതരിപ്പിക്ക. ഇനി മേലിൽ ഇതുപോലുള്ള നമ്പറുമായിട്ട് ഇവിടേക്ക് വന്നു പോരുത്, കേട്ടല്ലോ? ചെല്ല. മാഡം ഒന്ന് നിന്നേ. കഥാപ്രസംഗവും കഴിഞ്ഞ് കയ്യടിയും വാങ്ങി അങ്ങ് പോയാലെങ്ങനെ? അപ്പൊ നമ്മൾ ഈ കഷ്ടപ്പെട്ട് പെട്രോൾ കാശ് മുടക്കി വന്നത് വെറുതെ ആവില്ലേ? കുറച്ചൊന്ന് താന്ന് തന്നപ്പോഴേക്കും തല കയറിയിരുന്ന് നിഴങ്ങുന്നോടി പേടച്ചവളെ. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. എന്നാലും ഒന്ന് സംശയിച്ചിരുന്നു ഞാൻ. നിങ്ങളെപ്പോലൊരു ഭൂലോക ഫ്രോഡിന് ഇത്ര പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടാവുമെന്ന്. അതേടി, നിന്റെ ഊഹം കറക്റ്റ് തന്നെയായിരുന്നു. പ്രമാണിമാരെയും കൊണ്ട് നിന്റെ തന്തക്കടവന്റെ മുമ്പിൽ പോയി മോഹനകൃഷ്ണൻ ഒരു നാടകമാടിയതേ നിന്നെ തിരിച്ചു കെട്ടിയെടുക്കാനുള്ള കൊതിമൂത്തിട്ടൊന്നും അല്ലായിരുന്നു. എടി, മനസ്സിൽ കുറച്ചൊക്കെ കണക്ക് കൂട്ടിട്ട് തന്നെയായിരുന്നു. പക്ഷേ ആ കണക്ക് ശരിയാവണമെങ്കിലേ നീയും കൂടി എന്റെ കെണിയിൽ വീഴണമായിരുന്നു. അതുകൊണ്ടാ നിന്റെ മുമ്പിൽ ഞാനൊന്ന് കളം മാറ്റി കളിക്കാമെന്ന് വെച്ചത്. പക്ഷേ പൊളിഞ്ഞുപോയി. എന്നുവെച്ചേ എനിക്കതിൽ നിന്നങ്ങ് പിന്മാറാൻ പറ്റില്ലല്ലോ. ചെന്ന് കൂടും കുടുക്കൊക്കെ എടുത്തോണ്ട് ഇറങ്ങിക്കോ. രാത്രിക്ക് മുമ്പ് നമുക്ക് നമ്മുടെ വീട് പിടിക്കാം. നടക്കില്ല മോഹനകൃഷ്ണ. പണ്ട് എന്നെ വിരട്ടിയും ഉപദ്രവിച്ചും എന്നെ ചൊൽപ്പിടിക്ക് നിർത്തിയതുപോലെ ഇനിയും നിളയെ അടിമയാക്കി ജീവിക്കാന്ന് നിങ്ങൾ കരുതണ്ട. ഇവിടുന്ന് എന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്റെ ശവം നിങ്ങൾ കൊണ്ടുപോകും. പക്ഷെ അതിന് നിങ്ങൾ മുതിർന്നാൽ പഴയതുപോലെ അത്ര എളുപ്പമാവില്ല കാര്യങ്ങള്. ആരുടെ ബലം കണ്ടിട്ടാടി നീ കിടന്ന് തെറിക്കുന്നത്? ഉറച്ചിറക്കന്റെ ഉറപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലടി? ഓർത്തോ, അവൻ വെറും വക്കീല, മജിസ്ട്രേറ്റ് അല്ല. അയാൾ ആരും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെപ്പോലൊരു ഫ്രോഡല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആയിക്കോട്ടെ. എങ്കിലെന്റെ പൊന്നുമോളെ ഒരു കാര്യം ചെവിന്നുള്ളിക്കോ. ഞാൻ കൊണ്ടുപോവാതെ തന്നെ നീ എന്റെ പിന്നാലെ വരും. 2 ദിവസം ഞാൻ തരും. അതിനുള്ളിൽ നീ നിന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ ഞാനൊരു വരവൂടി വരും. നിന്നെ തേടിയല്ല, അകത്തൊരുത്തിയെ കണ്ടല്ലോ, അവൾക്ക് വേണ്ടി. വക്കീലിന്റെ പണി കോടതിയിലല്ലേ? ഇവിടെ അവളും നീ മാത്രമല്ല കാണും. വെറുതെ ആ കൊച്ചിനെ എന്നെ കൊണ്ട് എച്ചിലാക്കിക്കരുത്. ഈ മോഹനകൃഷ്ണൻ എന്തു എടുക്കുമെന്ന് നിനക്കറിയാലോ. ഓർമ്മയിരിക്കട്ടെ, 2 ദിവസം. വി പി അല്ല, വി പി ഇതെങ്ങോട്ടാ? രാവിലെ ഒന്ന് നടന്നിട്ട് വരാം. കുറച്ച് നാളായില്ലേ ഒന്ന് ഇറങ്ങി നടന്നിട്ട്.
ഹോസ്പിറ്റലും വീടുമായിട്ട് എന്തൊരു ബോറായിരുന്നു ലൈഫ്. ഇനി മുതൽ രാവിലെ കുറച്ചു നേരം നടക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല എക്സസൈസ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് പുറത്തു പോണേ എന്തിനാ? ഇവിടെ ഒരു ത്രെഡ്മിൽ വാങ്ങിച്ചു വെച്ചാ പോരെ? ഏയ്, അതൊന്നും ശരിയാവില്ല. അത് വാങ്ങിയാലും 2 ദിവസത്തെ ആവേശമൊക്കെ കാണൂ. പിന്നെ വീടിന്റെ മൂലയില് പൊടി പിടിച്ച് കിടക്കേയുള്ളൂ. അല്ലെങ്കിൽ നടക്കാൻ ഇത്ര സൗകര്യമുള്ളപ്പോ വെറുതെ അത് വാങ്ങി സ്ഥലം മെനക്കെടുത്തത് എന്തിനാ? പുറത്ത് നടക്കുന്നതിന്റെ സുഖമൊന്നും അതിന് കിട്ടില്ല. VP എന്തായാലും തനിച്ചു പോകണ്ട. അതെന്താ? തനിച്ചു പോയാലെന്താ കുഴപ്പം? അല്ല, അത് ശരിയാവില്ല, അതുകൊണ്ടാ. അതിലൊരു ശരികേടുമില്ല. എടോ, കഴിഞ്ഞ കുറച്ചു കാലത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ മറന്നിട്ടുള്ളൂ. വർഷങ്ങളായി എനിക്ക് പരിചയമുള്ളതാ ഈ റോഡും സ്ഥലങ്ങളും ഒക്കെ. അതിലെ പോവാ എനിക്ക് തൽക്കാലം ഒരാളെ ഹെൽപ്പ് വേണ്ട. അതൊക്കെ ശരി തന്നെ, ഞാനും സമ്മതിക്കുന്നു. എന്നാലും VP തനിച്ചു പോയാ എനിക്കൊരു ടെൻഷനാ. ഒരു കാര്യം ചെയ്, ഒരു 10 മിനിറ്റ് ഞാൻ റെഡിയായി വരാം. നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവാം. ഏയ് നോനോ, എനിക്ക് കൂട്ടുവരികയേ വേണ്ട. തനിക്ക് പോണെങ്കിൽ താൻ തനിച്ചു പോയിക്കോ. എന്തായാലും ഞാനിന്ന് തനിച്ച് തന്നെ നടക്കാൻ പോകുന്നു. അതിലിനി ഒരു മാറ്റവും ഇല്ല. പ്ലീസ് VP, ഇങ്ങനെ നിർബന്ധം പിടിക്കല്ലേ. ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുക. താൻ ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചില്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറയുന്നത് താനും അനുസരിക്കാനുള്ള മനസ്സ് കാണിക്കണം. അതാണ് ദാമ്പത്യത്തിലെ മാന്യത. എനിക്ക് പരിചയമുള്ള വഴിയിലൂടെ, എന്റെ സ്വന്തം നാട്ടിലൂടെ അല്പദൂരം തനിച്ച് നടന്നാൽ എന്ത് സംഭവിക്കുന്ന താനീ പറയുന്നു? ശരിയാ, കഴിഞ്ഞ കുറേ കാലം നടന്നത് എന്താന്ന് എനിക്ക് ഓർമ്മയില്ല. എന്ന് കരുതി ഞാനൊരു ഗുഡ് ഫോർ നത്തിങ് ഫെലോ ഒന്നുമല്ല. താൻ എനിക്ക് തരുന്ന കെയറും കൺസിഡറേഷനൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു കോടതിയുടെ നിരീക്ഷണത്തിലല്ല, ഒരു ഡോക്ടറുടെയും വിലക്കുമില്ല. പിന്നെ തനിക്ക് മാത്രം എന്താണോ ഇത്രയും പ്രശ്നം? അത് പറഞ്ഞാ, അല്ലാതെ എന്നെ വെറുതെ ബഫൂണാക്കാൻ നോക്കരുത്. VP ബഫൂണാക്കാൻ വേണ്ടിയല്ല ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞത്. ഇതുപോലെ തനിച്ചു പോയൊരവസരത്തിലാണ് VPക്ക് ഇതുപോലെയൊക്കെ സംഭവിച്ചത്. ഇനി അത്തരം സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ബെഗ് ചെയ്യുന്നത്. അതൊന്ന് മനസ്സിലാക്കാൻ VP ശ്രമിക്കുക, പ്ലീസ്. ഏതായാലും ഇന്ന് ഞാൻ പോയിട്ട് വരട്ടെ. താൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം. പോരെ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ താൻ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പോകുന്ന പോലെ തന്നെ സേഫായി തിരിച്ചു വരികയും ചെയ്യും. ഓക്കെ, റിലാക്സ്. ഹലോ, ഗീതാൻറ്റി. മാളു, നീ വീട്ടിലുണ്ടോ മോളെ? ഉണ്ട് ആൻറ്റി, പറഞ്ഞോ. അതെ, ഒരു പ്രശ്നമുണ്ട് മാളു. VP ഇവിടുന്ന് രാവിലെ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. കൂടെ ചെല്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. അതിനെന്താ ആൻറ്റി, അങ്കിളൊന്ന് നടന്നിട്ട് വരട്ടെ. അങ്കിളിന് പരിചയമുള്ള വഴിയല്ലേ. അതല്ല മാളു പ്രശ്നം. വഴിയിൽ വെച്ച് പരിചയക്കാരെങ്കിലും കാണുകയോ അപ്പുവിന്റെ കാര്യം സംസാരിക്കുകയോ ചെയ്താൽ പ്രശ്നമാകും. ഇതുവരെ നമ്മള് VP ഒന്നും അറിയിക്കാതെ കൊണ്ടു നടന്നതെല്ലാം വെറുതെ ആവില്ലേ? അയ്യോ, അത് ശരിയാണല്ലോ. അങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ, അത് ഞാൻ ഓർത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും ആൻറ്റി? ഞാൻ പിന്നാലെ ചെന്നാൽ VPയുടെ സംശയം കൂടെ ഉള്ളൂ. അതുകൊണ്ട് മോളൊരു ഉപകാരം ചെയ്യോ? എന്താ ആൻറ്റി, പറഞ്ഞോ. മോളൊന്ന് VPയുടെ പിന്നാലെ ചെല്ലുവോ? മോള് നടക്കാൻ ഇറങ്ങിയപ്പോ യാദൃച്ഛികമായി കണ്ടതുപോലെ ഒപ്പം കൂടിയാ മതി. അത് ആൻറ്റി, അങ്കിളിന് സംശയാവോ? ഇല്ല മാളു, ഞാൻ നിന്നെ വിളിക്കാനുള്ള ചാൻസിനെ കുറിച്ച് VP ഓർക്കില്ല. ചോദിച്ചാ നിനക്ക് പതിവ് നടത്തോണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ.